ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുതായി മുറിച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഇപ്പോൾ മൂത്ത് നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്ത 3 മീഡിയം സൈസ് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ ഇതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടും. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കിലോഗ്രാം തൂക്കം വരുന്ന ചിക്കൻ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുവരെയും ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് മസാലയും ചിക്കനും ഒന്നാക്കിയെടുക്കാം. ഇപ്പോൾ അരപ്പും ചിക്കനും നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗ്രേവി ടൈപ്പ് അല്ലാതെ റോസ്റ്റ് പോലെയാണ് ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് 20 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതിയാകും. വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ തിളച്ച് വരുമ്പോഴേക്കും ഇത് അടച്ചു വെച്ച് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെയാണ് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് മാറ്റിയൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിക്കൻ കറി വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടപ്പൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ കറിയുടെ മുകളിൽ നല്ലപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു തവി ഉപയോഗിച്ച് കറിയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ചാറ് കുറുകി വറ്റി വരണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഈ ഒരു ചാറോട് കൂടി തന്നെയാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാം. ദോശയ്ക്കോ ചപ്പാത്തിക്കോ ചോറിനോ എന്തിൻ്റെ കൂടെയും കൂട്ടി ഈ ചിക്കൻ കറി കഴിക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.